മേഘങ്ങളെ തഴുകി നിൽക്കുന്ന പർവ്വതനിരകൾക്കും അഗാധമായ താഴ്വരകൾക്കുമപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ഒരു പുരാതന ലോകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ലോകത്തെ അമ്പരപ്പിച്ച പുരാതന സാംസ്കാരിക പൈതൃകവുമുള്ള അർമേനിയ എന്ന വിസ്മയഭൂമിയാണിത്. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സംഗമസ്ഥാനത്ത് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് അർമേനിയ. കിഴക്ക് അസർബൈജാനും തെക്ക് ഇറാനും അതിരിടുമ്പോൾ പടിഞ്ഞാറ് തുർക്കിയും വടക്ക് ജോർജിയയുമാണ്. ലോകത്തിൽ ആദ്യമായി ക്രിസ്തുമതം ഔദ്യോഗിക രാഷ്ട്രമതമായി സ്വീകരിച്ച രാജ്യം അർമേനിയയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങളുടെ പൈതൃകവും പ്രകൃതിയുടെ അത്ഭുതങ്ങളും ഒത്തുചേർന്ന ഈ രാജ്യത്തിന്റെ ഓരോ കാഴ്ചയും നമ്മെ വിസ്മയിപ്പിക്കും. എൻ്റെ കൂടെ ഈ മനോഹരമായ സ്വപ്നയാത്രയിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരങ്ങളിലൊന്നാണ് അർമേനിയൻ സംസ്കാരം. പുരാതന അർമേനിയൻ രാജ്യം ഒരു കാലത്ത് വാനോളം ഉയർന്നു നിന്നിരുന്നു. ഇന്ന് കാണുന്ന ഓരോ ശിലയ്ക്കും അധിനിവേശങ്ങളുടെയും അതിജീവനങ്ങളുടെയും കഥകൾ പറയാനുണ്ട്. ക്രിസ്തുമതം ഔദ്യോഗിക രാഷ്ട്രമതമായി സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് അർമേനിയ. ക്രിസ്തുവർഷം 301 വേരുറപ്പിച്ച ഈ വിശ്വാസം രാജ്യം പലതവണ അധിനിവേശങ്ങൾക്ക് വിധേയമായപ്പോഴും അർമേനിയൻ സ്വത്വത്തെ തകരാതെ കാത്തുസൂക്ഷിച്ച പ്രധാന ആധാരശിലയാണ്. അർമേനിയൻ കുന്നിൻ ചെരുവുകളിലും പാറക്കെട്ടുകളിലും കാവലിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൊനാസ്ട്രികളാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഈ കരിങ്കൽ നിർമ്മിതികൾ അർമേനിയക്കാരുടെ കലയുടെയും വിശ്വാസത്തിന്റെയും നേർസാക്ഷ്യങ്ങളാണ്. പർവ്വതങ്ങളുടെ നിശബ്ദതയിൽ തലമുറകളായി ഇവ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു ജനതയുടെയും ആത്മാവ് അവരുടെ ഭാഷയിലാണ്. ക്രിസ്തുവർഷം 405 രൂപകൽപ്പന ചെയ്യപ്പെട്ട അർമേനിയൻ അക്ഷരമാല അധിനിവേശങ്ങളുടെ കാലത്ത് ഈ ജനതയുടെ അസ്തിത്വത്തെ സംരക്ഷിച്ച കവചമായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ അക്ഷരങ്ങൾ തലമുറകളെ അവരുടെ വേരുകളുമായി ചേർത്തുവെക്കുന്നു. അർമേനിയൻ ജനതയുടെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന ദേശീയ പ്രതീകമാണ് മൗണ്ട് അരരാത്ത്. ഇന്ന് ഈ കൊടുമുടി അതിർത്തിക്കപ്പുറം തുർക്കിയിലാണെങ്കിലും നോഹയുടെ പേടകം വന്നിറങ്ങിയതെന്ന വിശ്വാസമുള്ളതിനാൽ അർമേനിയക്കാരുടെ അഭിമാനബോധത്തെ ഇന്നും ഉണർത്തി നിർത്തുന്നു. ആധുനിക അർമേനിയയുടെ കഥ അതിജീവനത്തിന്റെ അടയാളമാണ്. സോവിയറ്റ് ഭരണകാലത്തിന് ശേഷം 1991 സ്വതന്ത്ര രാഷ്ട്രമായി ഉയർത്തെഴുന്നേറ്റ അവർ ചരിത്രത്തെയും ആധുനികതയെയും സമന്വയിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ലോകത്തിനു മുന്നിൽ നിൽക്കുന്ന ഒരു പുതിയ അർമേനിയയാണ് ഇന്ന് നാം കാണുന്നത്. അർമേനിയയുടെ യഥാർത്ഥ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ കാലത്തെ അതിജീവിച്ച ആ മലനിരകളുടെ ഗാംഭീര്യവും ഓരോ പാറക്കെട്ടിലും അലിഞ്ഞു ചേർന്ന അവരുടെ ചരിത്രവും ആദ്യം തിരിച്ചറിയണം. ഉയർന്ന പീഠഭൂമികളും ആഴമേറിയ താഴ്വരകളും നിറഞ്ഞ ഇവിടുത്തെ ഭൂപ്രകൃതി ഓരോ സഞ്ചാരിയെയും വിസ്മയിപ്പിക്കും. അർമേനിയൻ മണ്ണിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് അരഗാറ്റ്സ് ആകാശത്തോട് മുട്ടിനിൽക്കുന്ന ഒരു വിസ്മയമാണ്. അഗ്നിപർവ്വത ഉത്ഭവമുള്ള ഈ കൂറ്റൻ മലനിരകൾ ഓരോ സഞ്ചാരിയെയും സാഹസികതയുടെ ലോകത്തേക്ക് ക്ഷണിക്കുന്നു. മഞ്ഞുമൂടിയ അതിൻ്റെ കൊടുമുടികളിൽ നിന്നുള്ള കാഴ്ചകൾ അത്രയും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ട്രെക്കിങ്ങും മേഘങ്ങൾക്കിടയിലൂടെ വിരിയുന്ന വിശാലമായ കാഴ്ചകളും ചേർന്ന് അരഗാറ്റ്സിനെ അർമേനിയയുടെ നെറുകയിലുള്ള ഒരു പറുദീസയാക്കി മാറ്റുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന പ്രദേശങ്ങളിലുള്ള ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് സെവാൻ തടാകം. പർവ്വതങ്ങളുടെ മടിത്തട്ടിൽ മരതകപച്ചയും നീലയും കലർന്ന നിറത്തിൽ തിളങ്ങുന്ന ഈ തടാകം അർമേനിയയുടെ നീലക്കടൽ എന്നാണ് അറിയപ്പെടുന്നത്. തടാകക്കരയിലുള്ള സെവാൻ ഉപദ്വീപും ചുറ്റുമുള്ള മലനിരകളുടെ മനോഹരമായ കാഴ്ചകളും ചേർന്ന് ഒരൊറ്റ ഫ്രെയിമിൽ പ്രകൃതിയൊരുക്കുന്ന വിസ്മയമാണ് ഇവിടം. അർമേനിയയുടെ വനസമ്പത്തിന്റെ മകുടോദാഹരണമാണ് ദിലിജാൻ നാഷണൽ പാർക്ക്. ഇടതൂർന്ന കാടുകളും അരുവികളും മലനിരകളിലൂടെയുള്ള കാൽനട പാതകളും നിറഞ്ഞ ഇവിടം പ്രകൃതിയെ തൊട്ടറിയാൻ ആഗ്രഹിക്കുന്നവരുടെ പറുദീസയാണ്. വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും വന്യജീവികളും ചേരുന്ന ഈ പ്രദേശം അർമേനിയയുടെ ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു കലവറ കൂടിയാണ്. അർമേനിയയുടെ മലനിരകളും വനങ്ങളും അപൂർവ വന്യജീവികളുടെ സുരക്ഷിത താവളമാണ്. മൗഫ്ലോനുകളും ബെസോർ ഐബെക്സുകളും പാറക്കെട്ടുകളിൽ കഴിയുമ്പോൾ കാടിന്റെ ആഴങ്ങളിൽ കരടികളും ചെന്നായ്ക്കളും അധിവസിക്കുന്നു. ആകാശത്ത് പറക്കുന്ന സ്വർണ്ണപ്പരുന്തുകൾ മുതൽ അർമേനിയയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന സസ്യജാലങ്ങൾ വരെ ഇവിടുത്തെ പ്രകൃതിയുടെ ജൈവ വൈവിധ്യം വിളിച്ചോതുന്നു. ഈ വന്യതയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും സംരക്ഷിക്കാൻ അർമേനിയ വിവിധ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. അർമേനിയൻ ഭൂപ്രകൃതിയുടെ മറ്റൊരു മനോഹരമായ മുഖമാണ് ഡെബെറ്റ്, കസാഗ് തുടങ്ങിയ മലയിടുക്കുകൾ. ആഴമേറിയ ഈ മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന പുഴകളും പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ചിതറി വീഴുന്ന ഷാക്കി വെള്ളച്ചാട്ടവും കാണികൾക്ക് നൽകുന്നത് അവിസ്മരണീയമായ ദൃശ്യാനുഭവമാണ്. കല്ലുകൾക്കിടയിലൂടെയും താഴ്വരകളിലൂടെയും കുത്തിയൊലിക്കുന്ന ഈ ജലധാരകൾ അർമേനിയയുടെ വന്യമായ സൗന്ദര്യത്തെ കൂടുതൽ തീവ്രമാക്കുന്നു. അർമേനിയയിലെ ഓരോ ഋതുവും
പ്രകൃതി ഒരുക്കുന്ന വ്യത്യസ്തമായ ചിത്രപ്പണിയാണ്. മഞ്ഞുപുതച്ച ശൈത്യകാലവും മലഞ്ചെരിവുകളിൽ വിരിയുന്ന കാട്ടുപൂക്കളും അർമേനിയയുടെ സൗന്ദര്യം കൂട്ടുന്നു. സുഖകരമായ വേനൽക്കാലവും മരങ്ങൾ സ്വർണ്ണനിറമണിയുന്ന ശരത്കാലവും സഞ്ചാരികൾക്ക് പകരുന്ന അനുഭവങ്ങൾ വലുതാണ്. മലനിരകൾക്കിടയിലെ കൊച്ചു ഗ്രാമങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് നിറം മാറി ഒരു പെയിന്റിംഗ് പോലെ സഞ്ചാരികളെ മാടി വിളിക്കുന്നു. മലനിരകളും തടാകങ്ങളും വനങ്ങളും ചേരുന്ന ഈ പ്രകൃതി സൗന്ദര്യം അർമേനിയൻ ജീവിതത്തെ അത്രമേൽ സുന്ദരമാക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണമാണ്. അർമേനിയൻ സംസ്കാരത്തിൻ്റെ മൂല്യം അവരുടെ ഹൃദയവിശാലതയാണ്. വീട്ടിലെത്തുന്ന ഏത് അതിഥിയും അവർക്ക് ദൈവതുല്യമാണ്. അതിഥികളോടുള്ള ഈ കരുതൽ ലോകപ്രശസ്തമാണ്. അർമേനിയൻ ജീവിതത്തിൻ്റെ അടിത്തറ അവരുടെ കുടുംബ ബന്ധങ്ങളാണ്. മുതിർന്നവരോടുള്ള ആദരവും സ്നേഹവും ഓരോ കുടുംബത്തിലും ഇഴചേർന്നു കിടക്കുന്നു. വ്യക്തിയേക്കാൾ ഉപരിയായി സമൂഹത്തിന്റെ നന്മയ്ക്ക് മുൻഗണന നൽകുന്ന ഇവർ ഒത്തൊരുമയോടെയുള്ള ജീവിതരീതിയാണ് പിന്തുടരുന്നത്. വിവാഹങ്ങളും ആഘോഷങ്ങളും കുടുംബങ്ങളുടെ ഒത്തുചേരലിന്റെ ഉത്സവങ്ങളാണ്. അർമേനിയൻ ആത്മാവിന്റെ താളം അവരുടെ സംഗീതത്തിലാണ്. ദുദുക് എന്ന സംഗീതോപകരണത്തിൽ നിന്ന് ഉയരുന്ന സ്വരങ്ങൾ ചരിത്രത്തിന്റെ ഗൗരവം പേറുന്നു. കൊച്ചാരി പോലുള്ള നാടോടി നൃത്തങ്ങൾ ജനതയുടെ ആവേശത്തെയും ഐക്യത്തെയും വിളിച്ചോതുന്നു. കലകൾ ഇവർക്ക് വെറും വിനോദമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഭാഗമാണ്. അർമേനിയൻ സംസ്കാരത്തിൽ ചെസ് വെറുമൊരു കായിക ഇനമല്ല, മറിച്ച് അവരുടെ ദേശീയ അഭിമാനത്തിന്റെ ഭാഗമാണ്. ലോകത്ത് ആദ്യമായി പ്രൈമറി സ്കൂളുകളിൽ ചെസ് നിർബന്ധമാക്കിയ രാജ്യം അർമേനിയയാണ്. കുട്ടികളുടെ യുക്തിചിന്തയും തന്ത്രപരമായ കഴിവും വളർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കല്ലിൽ കൊത്തിയ ശില്പങ്ങളും സങ്കീർണമായ തുന്നൽ പണികളും അർമേനിയൻ പരവതാനികളും അവരുടെ കരവിരുതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഓരോ കൊത്തുപണിയിലും ഇഴയിലും ആ ജനതയുടെ കഠിനാധ്വാനവും കലാബോധവും തെളിയുന്നു. ഏകദേശം 30 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന അർമേനിയയിൽ 92% ആളുകളും ക്രിസ്തുമത വിശ്വാസികളാണ്. അർമേനിയൻ ജീവിതത്തിൽ വിശ്വാസവും ആഘോഷങ്ങളും ഇഴപിരിക്കാനാവാത്തതാണ്. ക്രിസ്തുവിന്റെ ജനനവും മാമോദീസയും ഒരുമിച്ചാഘോഷിക്കുന്ന പാരമ്പര്യം തുടരുന്നതിനാലാണ് ഇവർ ജനുവരി 6-ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ജലത്തിന്റെ ഉത്സവമായ വർദ്ധവാർ അർമേനിയയുടെ വേറിട്ടൊരു കാഴ്ചയാണ്. ആളുകൾ പരസ്പരം വെള്ളം തളിച്ചും നൃത്തം ചെയ്തും സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ ആഘോഷം രാജ്യമൊട്ടാകെ ആവേശം നിറയ്ക്കുന്നു. ഈസ്റ്ററും മറ്റു മതപരമായ ചടങ്ങുകളും ആധുനിക ജീവിതത്തിലും അതേ ഗാംഭീര്യത്തോടെ ഇന്നും ഇവർ പിന്തുടരുന്നു. അർമേനിയൻ രുചികളുടെ ലോകം വളരെ വിശാലമാണ്. ഇവിടുത്തെ ഭക്ഷണമേശയിലെ രാജാവാണ് ലാവാഷ്. യുനെസ്കോയുടെ അംഗീകാരമുള്ള ഈ പരമ്പരാഗത ഫ്ലാറ്റ് ബ്രെഡ് അർമേനിയൻ സംസ്കാരത്തിന്റെ അടയാളം കൂടിയാണ്. വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന ഖൊറോവാറ്റ്സ് അർമേനിയൻ ബാർബിക്യൂ എന്ന പേരിൽ പ്രശസ്തമാണ്. അർമേനിയൻ മണ്ണിന്റെ മധുരം തേടി വരുന്നവർക്ക് പ്രകൃതിയൊരുക്കുന്ന വിരുന്നാണ് ഇവിടുത്തെ ഫലവർഗ്ഗങ്ങൾ. അർമേനിയയുടെ ദേശീയ ഫലമായ ആപ്രിക്കോട്ട് മുതൽ മുന്തിരിത്തോട്ടങ്ങളിൽ സമൃദ്ധമായി വിളയുന്ന മുന്തിരികൾ വരെ ഇവിടുത്തെ കാർഷിക സമൃദ്ധിയുടെ തെളിവുകളാണ്. മാതള നാരങ്ങയും വാൾനട്ടും മറ്റ് കായ്ഫലങ്ങളും അർമേനിയൻ ഭക്ഷണ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമാണ്. അർമേനിയൻ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കാപ്പിയോടുള്ള അവരുടെ ഇഷ്ടം. കടുപ്പമുള്ള കാപ്പിയോടൊപ്പം നീളുന്ന സംഭാഷണങ്ങൾ അർമേനിയൻ സംസ്കാരത്തിന്റെ മനോഹരമായ ഭാഗമാണ്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി അർമേനിയൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പ്രകൃതിയുടെ ശാന്തമായ താളം കേൾക്കാം. കാർഷിക വൃത്തി ഉപജീവനമാക്കിയ ഗ്രാമീണർ മുന്തിരിത്തോട്ടങ്ങളിലും ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടങ്ങളിലും തങ്ങളുടെ ജീവിതം നെയ്തെടുക്കുന്നു. വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും മണ്ണിൽ പണിയെടുത്തും മുന്നോട്ടു പോകുന്ന അവരുടെ ജീവിതം അങ്ങേയറ്റം ലളിതമാണ്. അർമേനിയയുടെ തലസ്ഥാനമായ യെരെവാനിലെ നഗരജീവിതം ചരിത്രവും ആധുനികതയും തമ്മിലുള്ള മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണ്. നഗരത്തിന്റെ ഹൃദയമായ റിപ്പബ്ലിക് സ്ക്വയറും കലാപരമായ കാസ്കേഡ് കോംപ്ലക്സും ഇവിടുത്തെ സവിശേഷമായ വാസ്തുശൈലി വിളിച്ചോതുന്നു. പഴമയുടെ സ്മാരകങ്ങളും ആധുനിക നിർമ്മിതികളും ഒത്തുചേരുന്ന യെരെവാൻ അർമേനിയൻ നഗരജീവിതത്തിന്റെ സജീവമായ ഹൃദയമിടിപ്പാണ്. തലസ്ഥാനത്തിന് പുറമെ മറ്റ് സ്ഥലങ്ങളിലും അർമേനിയയുടെ ആധുനിക മുഖങ്ങൾ കാണാം. കലയുടെയും വാസ്തുവിദ്യയുടെയും പൈതൃകമുള്ള ഗ്യുമ്രിയും അർമേനിയയിലെ 3ാമത്തെ വലിയ നഗരമായ വാനാഡ്സോറും ഈ നാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ അടയാളപ്പെടുത്തുന്നു. അർമേനിയയിലെ ഗതാഗത സംവിധാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുന്നു. യെരെവാൻ മെട്രോ നഗരത്തെ സുഗമമായി ബന്ധിപ്പിക്കുമ്പോൾ രാജ്യത്തുടനീളമുള്ള റോഡ് ശൃംഖല ദൂരങ്ങളെ എളുപ്പമാക്കുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനങ്ങളും ചേരുമ്പോൾ അർമേനിയയുടെ കണക്ടിവിറ്റി കൂടുതൽ കരുത്തുറ്റതാകുന്നു. പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് അർമേനിയ പുതിയ കാലത്തെയും സ്വീകരിക്കുന്നു. പഴമയും പുതുമയും ഇഴചേരുന്ന ഈ കാഴ്ചകളാണ് അർമേനിയൻ നഗരങ്ങളെ സവിശേഷമാക്കുന്നത്. അർമേനിയയുടെ സാമ്പത്തിക രംഗം ചെറുതാണെങ്കിലും സുസ്ഥിരമായ വളർച്ചയുടെ പാതയിലാണ്. സേവന മേഖലയാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ. വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തേടുന്ന അർമേനിയ
ആഗോളതലത്തിൽ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ്. സാങ്കേതികവിദ്യയുടെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് അർമേനിയ കാഴ്ചവെക്കുന്നത്. അതിവേഗം വളരുന്ന IT വ്യവസായവും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് രംഗങ്ങളിലെ നൂതന സംരംഭങ്ങളും രാജ്യത്തിന്റെ കരുത്താണ്. അറിവുള്ളതും നൈപുണ്യമുള്ളതുമായ യുവതലമുറയാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അർമേനിയയുടെ വ്യാവസായിക വളർച്ചയിൽ ഖനന മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ചെമ്പ്, മോലിബ്ഡിനം, സ്വർണം തുടങ്ങിയ ധാതുക്കളുടെ ശേഖരം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുന്നു. ഇതിനോടൊപ്പം തന്നെ ആഭരണ നിർമ്മാണം, വസ്ത്രനിർമ്മാണം എന്നീ മേഖലകളും അർമേനിയയുടെ ഉൽപ്പാദന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. ടൂറിസം മേഖല രാജ്യത്തെ പ്രധാന തൊഴിൽ മേഖലകളിലൊന്നാണ്. ഒപ്പം ചെറുകിട ബിസിനസ്സുകളും സ്റ്റാർട്ടപ്പുകളും അതിവേഗം വളർന്നുവരുന്നു. കഠിനാധ്വാനികളായ അർമേനിയൻ ജനതയുടെ സംരംഭകത്വ മനോഭാവമാണ് ഈ വളർച്ചയുടെ പിന്നിലെ ഏറ്റവും വലിയ കരുത്ത്. അർമേനിയയുടെ മുന്നിലെ വലിയൊരു വെല്ലുവിളി അതിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയാണ്. കടൽത്തീരമില്ലാത്ത ഈ രാജ്യം വ്യാപാരത്തിലും ഗതാഗതത്തിലും സ്വാഭാവികമായ വെല്ലുവിളികൾ നേരിടുന്നു. തുറമുഖങ്ങളുടെ അഭാവം ചരക്കുനീക്കത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള വ്യാപാരം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു. അയൽരാജ്യമായ അസർബൈജാനുമായി തുടരുന്ന സംഘർഷങ്ങൾ അർമേനിയയുടെ സുരക്ഷയിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഈ അസ്ഥിരമായ സാഹചര്യം രാജ്യത്തിന്റെ സമാധാനത്തെയും സാമ്പത്തിക വികസനത്തെയും നേരിട്ട് ബാധിക്കുന്നു. അതിർത്തിയിലെ ഈ സംഘർഷങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിയെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കുകയും ചെയ്യുന്നു. രാജ്യം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി കുറഞ്ഞ ജനനനിരക്കാണ്. ഇതിനോടൊപ്പം തന്നെ പല യുവാക്കളും മികച്ച വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കുമായി വിദേശത്തേക്ക് കുടിയേറുന്നത് രാജ്യത്തിന്റെ ഭാവി വളർച്ചയെയും തൊഴിൽ മേഖലയെയും ദോഷകരമായി ബാധിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് അർമേനിയ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിൽ പലതവണ കനത്ത പ്രഹരമേൽപ്പിച്ച പ്രകൃതിക്ഷോഭങ്ങൾ രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യമാണ്. ദുരന്ത നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകളും ഭൂകമ്പ പ്രതിരോധ കെട്ടിട നിർമ്മാണവും ഇന്നും വലിയ പ്രാധാന്യമർഹിക്കുന്നു. എന്നാൽ ഈ വെല്ലുവിളികൾക്കപ്പുറം എന്തുകൊണ്ടാണ് അർമേനിയക്കാർ തങ്ങളുടെ നാടിനെ ഇത്രയേറെ സ്നേഹിക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് അർമേനിയൻ സ്വത്വത്തിന്റെ വേരുകൾ. സ്വന്തം ഭാഷ, പാരമ്പര്യം, ക്രിസ്തീയ വിശ്വാസം എന്നിവയിൽ അവർ അതീവ അഭിമാനം കൊള്ളുന്നു. ഗാംഭീര്യമുള്ള പർവ്വതനിരകളും പുരാതന മഠങ്ങളും നാടിനോട് വൈകാരികമായ ഒരടുപ്പം സൃഷ്ടിക്കുന്നു. എല്ലാ വെല്ലുവിളികൾക്കുമപ്പുറം സ്വന്തം മണ്ണിന്റെ വേരുകൾ മുറിയാതെ കാത്തുസൂക്ഷിക്കാനും ഭാവി തലമുറയ്ക്കായി ഈ പൈതൃകം കൈമാറാനുമുള്ള അർമേനിയക്കാരുടെ ദൃഢനിശ്ചയമാണ് ഈ അഗാധമായ സ്നേഹത്തിന് പിന്നിൽ. ചുരുക്കത്തിൽ, പാരമ്പര്യത്തിൽ വേരൂന്നി ആധുനികതയിലേക്ക് കുതിക്കുന്ന അർമേനിയ ലോകത്തിനു മുന്നിൽ തനിമയോടെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇതാണ് അർമേനിയയുടെ യഥാർത്ഥ കരുത്ത്. അതാണ് ഈ നാടിന്റെ സൗന്ദര്യവും. പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും അത്ഭുതങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.